എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബേബി. ഞാൻ ശക്തികുളങ്ങര ഇടഭാഗാംഗമാണ്. ഞാൻ 1996 മാർച്ച് 10 പ്രവാസ ജീവിതം തുടങ്ങുന്നത്. ആലപ്പുഴ ലിയോ 13 HSലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് സെമിനാരി പോയി 2 വർഷം സെമിനാരി പഠിച്ചു. അത് കഴിഞ്ഞ് സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലി ഒന്നുമില്ലാതെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചപ്പൻ വഴിയായിട്ട് ഒരു വിസ ഏജൻറ്റ്, വർക്കലയുള്ള ഒരു വിസ ഏജൻറ്റ് വഴി വിസ എടുത്താണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഞാൻ സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഞാൻ പ്രാർത്ഥനയിലും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കവെയാണ് ഈ ഗൾഫിൽ പോകാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഗൾഫിൽ പോകാനായിട്ടൊരു വഴി ഒരുങ്ങുന്നത്. ഞാൻ വിസ എടുത്ത് പോകുന്ന ദിവസം എനിക്ക് ഒരുപാട് ഉത്കണ്ഠകളും ആകുലതകളൊക്കെ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. വീട്ടിൽ ഉള്ള പ്രാരാബ്ദങ്ങളും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ അപ്പച്ചൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം ഞാൻ എല്ലാ ദിവസവും കാണുമായിരുന്നു. എനിക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു. സഹോദരിമാർ കല്യാണം കഴിച്ചയക്കണം, പിന്നെ വീട് വെക്കണം. അന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു വീടായിരുന്നു. അങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളിടയിലാണ് ഞാൻ ഈ വിസ എടുത്ത് പോകുന്ന സമയത്ത് വിസ ചിലവെന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ് അന്ന് വിസയ്ക്ക് ചിലവായത്. ആ കടവും തീർക്കണം, പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ പെങ്ങന്മാരെ കെട്ടിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുന്നത്. ഞാൻ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ പുതിയൊരു രാജ്യത്തോട്ടാണ് പോകുന്നത്. അവിടെ എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് എയർപോർട്ടിൽ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞു. എങ്കിലും പുതിയൊരു രാജ്യത്തോട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടുന്ന് യാത്ര പറഞ്ഞ് വീട്ടുകാരടുത്തും കൂട്ടുകാരടുത്തേക്ക് യാത്ര പറഞ്ഞ് പോകും. ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് സഹോദരിയുടെ ഭർത്താവ് ദുബായ് എയർപോർട്ടിലാണ് ഇറങ്ങിയത്. സഹോദരിയുടെ ഭർത്താവ് അവിടെ കാത്തു നിന്ന് വിളിച്ച് അബുദാബിയിൽ അവരൊരു റൂമുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി. ഞാൻ ഈ ഏജൻറ്റ് സഫയോള എന്ന് പറഞ്ഞ വിസ ഏജൻറ്റ് പോകുന്നെങ്കിലും അവിടെ ഫ്രീ വിസ എന്നാണ് ഇത് പറയുന്നത്. ജോലി നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഞാൻ അവിടെ അബുദാബി ഇറങ്ങിയ സമയത്ത് എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ റൂമിൽ ചെന്നു. അവിടെ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം എൻ്റെ വല്യപ്പൻ്റെ മോൻ വേറൊരു റൂമിലാണ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അബുദാബിയിൽ. വല്യപ്പൻ്റെ മോൻ വന്ന് വല്യപ്പൻ്റെ മോൻ്റെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടുന്ന് പിന്നെ ജോലി അന്വേഷണം തുടങ്ങുമായിരുന്നു. ഒരുപാട് ജോലി ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ജോലി അന്വേഷിച്ചിറങ്ങും. ആദ്യമായിട്ട് ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയ സമയത്ത്, അവിടെ എത്തിയ സമയത്ത് തന്നെ ഞാൻ അബുദാബിയിൽ ഉള്ള പള്ളിയിലാണ് ആദ്യം പള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലി ഇല്ലായിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റൂമിലുള്ളവരടുത്ത് ഞാൻ ചോദിച്ച് പള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ചെന്ന് നടന്നാണ് എല്ലാ സ്ഥലത്ത് പോകുന്നത്. ടാക്സി ഫെയർ കൊടുക്കാനായിട്ട് അന്ന് തുച്ഛമായ പൈസയാണ് നമ്മുടെ കയ്യിലുള്ളത്, ജോലിയില്ല. അപ്പം റൂമിൽ നിന്നും പള്ളി വരെ നടന്നാണ് പോകേണ്ടത്. നടന്നു പോകാൻ ഒരു അരമണിക്കൂർ സമയമെടുക്കും. അങ്ങനെ പോയി പള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സെൻറ്റ് ജോസഫ് ചർച്ച് അബുദാബി. അങ്ങനെ അവിടെ പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ പോയിരുന്ന് പ്രാർത്ഥിക്കും, കുർബാന കാണാനായിട്ട് പോകും. പിന്നെ ജോലി അന്വേഷണമാണ്. എല്ലാ ദിവസവും രാവിലെ ജോലി അന്വേഷിച്ച് ഇറങ്ങും. ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു ജോലി കിട്ടാനും വീട്ടിലെ ഓരോ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ, ഫിലിപ്പീൻസ്, റഷ്യക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു പള്ളിയായിരുന്നു. നമ്മളവിടെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലെ വിഷമങ്ങളും ജോലിയില്ലാത്ത അവസ്ഥയും പുതിയ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുള്ള അവസ്ഥയിലൊക്കെ ഒരുപാട് വിഷമിച്ചാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് മലയാളം കുർബാന ഉള്ളതെങ്കിലും ഡെയിലി ഇംഗ്ലീഷ് കുർബാനയാണ് ഉള്ളത്. എങ്കിലും ഇംഗ്ലീഷ് കുർബാനയ്ക്കും പോകും, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കും. ഒരുപാട് രാജ്യത്തുനിന്ന് ഉള്ള ആൾക്കാരാണ്, ഫിലിപ്പീൻസ്, റഷ്യൻസ്, അങ്ങനെ ശ്രീലങ്ക എന്നുള്ള ഒരുപാട് നാഷണാലിറ്റീസ് വരുന്ന ഒരു പള്ളിയാണ്. അപ്പം അവിടെ അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് പരിചയപ്പെടുമായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട്
അവിടുത്തെ ഉള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു ജോലിയില്ലാത്ത സമയങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ജോലി അന്വേഷണമായിട്ട് ഇറങ്ങും. അവിടെ ഇൻഡസ്ട്രി ഏരിയ മുസഫ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി അന്വേഷിച്ച് പോകുന്നത്. ജോലി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് അബുദാബിയിൽ നിന്ന് മുസഫയിൽ പോകാനായിട്ട് 5 ദിറംസാണ് അന്ന് ഞങ്ങളുടെ ടാക്സി വരാവുന്നത്. അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ കമ്പനികളിലും കയറി ജോലി അന്വേഷിച്ച് ഇറങ്ങും. ഓരോരോ ഓഫീസുകളിലും ജോലി അന്വേഷിച്ച് കയറും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു പരിചയക്കാരൻ വഴിയായിട്ടൊരു ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ആദ്യം എനിക്ക് ജോലി കിട്ടുന്നത്. 800 ദിറംസ് സാലറി. ഞാൻ അവിടെ കയറി ഒരു 10-15 ദിവസം ജോലി ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു കമ്പനി നല്ലൊരു ജോലിക്ക് കയറിയെന്നറിഞ്ഞ് അങ്ങനെ ആ ജോലി കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ആ പഴയ ജോലി കളഞ്ഞ് അങ്ങനെ വീണ്ടും വേറെ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു. അങ്ങനെ ആ പഴയ ജോലി ഇറങ്ങിയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ജോലി കിട്ടിയില്ല. പിന്നെയും ഇങ്ങനെ ജോലി അന്വേഷിച്ച് ഇറങ്ങി അങ്ങനെ പിന്നെ ഒരു ജോലി കിട്ടി. ഗൾഫ് പൈപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന GPC എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി കിട്ടി. സപ്ലൈ കമ്പനി വഴിയാണ്, മാൻ പവർ സപ്ലൈ എന്ന് പറയും. മണിക്കൂർ ബേസിസിലുള്ള ജോലിയാണ്. ഒരു മണിക്കൂർ ജോലി ചെയ്യുമ്പം 7 ദിറംസാണെന്ന് കിട്ടുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ GPC എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്ത് ഏകദേശം ഒരു 4 മാസത്തോളം അന്ന് അവിടെ ആ കമ്പനി ജോലി ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ശരിക്കുമുള്ള ഒരു പ്രവാസ ജീവിതം. അന്ന് ആദ്യമായിട്ട് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഉള്ള കാലാവസ്ഥ കൊടും ചൂട് സമയത്താണ് ജോലിക്ക് ഇറങ്ങുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ജോലിക്ക് ആദ്യത്തെ ദിവസം ആ ജോലിക്ക് ഇറങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ തളർന്നിരിക്കുമ്പോൾ എൻ്റെ ഒരു നാട്ടുകാരൻ ഒരു കൊക്കക്കോള എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഇത് കുടിച്ചിട്ട് 5 മിനിറ്റ് വിശ്രമിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ജീവിതം ഇങ്ങനെയാണ് എന്ന് അയാൾ ഉപദേശിച്ച്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊടും ചൂടത്തും കൊടും തണുപ്പത്തുമുള്ള ജോലികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നെങ്കിലും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു, പേഴ്സണൽ പ്രയർ ചെയ്യുമായിരുന്നു. റൂമിൽ 8-10 ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിലും ഞാൻ പേഴ്സണൽ പ്രയർ ചെയ്യുമായിരുന്നു. അവിടെ പാർക്കിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു, ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വെള്ളിയാഴ്ചയാണ് അവിടെ മലയാളം മാസം ഉള്ളത്. വെള്ളിയാഴ്ച മലയാളം മാസത്തിന് പോകുമായിരുന്നു. ഞാൻ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. കർത്താവിൻ്റെ ഒരു ഹിതപ്രകാരം, കർത്താവിൻ്റെ ഒരു പദ്ധതി പ്രകാരം ആണ് ആ ജോലി കിട്ടിയതും പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ ഓരോരോ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു ബൈബിള് തന്നിരുന്നു. ബാഗിനകത്തായിരുന്നു വെച്ചിരുന്നത്. പേഴ്സണൽ പ്രയർ ചെയ്യുന്ന സമയത്ത് പാർക്കിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ബൈബിൾ കൊണ്ടുപോയി അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ഞാൻ GPC എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ 96 ഡിസംബർ ആയപ്പോഴത്തേക്ക് അവിടെ UAE പൊതുമാപ്പ് വന്നു. ആ സമയത്ത് ആർക്കും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നു. അപ്പോൾ എല്ലാവരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് നാട്ടിൽ പോയി.
നാട്ടിൽ പോയ സമയത്ത് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരു ജോലി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ പിടിച്ചു നിന്നു. പക്ഷേ എൻ്റെ ഒരു അളിയൻ വഴി പറഞ്ഞ് നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിയമം ഒക്കെ മാറും, അപ്പോഴത്തേക്ക് ജോലിക്കുള്ള സാധ്യതകളുണ്ടാവും എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ അന്നേരം ഡിസംബറിൽ നാട്ടിൽ വന്നു. 3 മാസത്തോളം നാട്ടിൽ നിന്നിട്ട് വീണ്ടും തിരിച്ച് പോയി. അവിടുത്തെ നിയമം മാറിയില്ലെങ്കിലും കല്ലുവല്ലിയായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും കമ്പനി വിസ ആക്കി ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു നിയമം വന്നു. അങ്ങനെ അവിടെ ഒരു സപ്ലൈ കമ്പനിയിൽ തന്നെ വിസയാക്കി. അവിടെ സപ്ലൈ കമ്പനി വിസ ആക്കിയെങ്കിലും അവർ ജോലി തന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ഥിരമായിട്ട് ഉള്ള ജോലിയല്ല. അവർ പല സപ്ലൈ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് പല സ്ഥലത്തും പോയി ജോലി പിടിക്കും. അവർ ആ ജോലി പിടിക്കുമ്പോഴത്തേക്ക് ആ കമ്പനിയിൽ നമ്മൾ ജോലി കൊണ്ടുവെക്കുക എന്നുള്ളൊരു ആ രീതിയിലാണ് നമ്മൾ ജോലി ചെയ്തത്. സപ്ലൈ കമ്പനിയിലാണ് ജോലി ചെയ്തത്. പിന്നീടുള്ള വർഷങ്ങളിൽ സപ്ലൈ കമ്പനി ജോലി ആക്കിയെങ്കിലും കണ്ടിന്യൂസ് ജോലിയില്ല. 2 മാസം ജോലി ചെയ്യും, വീണ്ടും 2 മാസം ജോലിയില്ല. അങ്ങനെ ഒരു സ്ഥിര വരുമാനം അന്നേരവും ആയിട്ടില്ല. പലവിധ വിഷമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് ആ മാസങ്ങളിൽ കടന്നു പോയത്. പിന്നീട് 1 വർഷം ആ കമ്പനി ജോലി ചെയ്തിട്ട് വീണ്ടും ആ കമ്പനി സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതിൻ്റെ പുറത്ത് അവിടെ ഉള്ളൊരു UAE അബുദാബിയിലുള്ളൊരു കമ്പനി, വാലന്റൈൻ മറൈൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ 97 ഞാൻ വിസയാക്കി. ഞാൻ സപ്ലൈ കമ്പനി വിസയാക്കിയെങ്കിലും സ്ഥിരമായിട്ടുള്ള വരുമാനമില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പാർക്കിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. റൂമിൽ ഉള്ളൊരു പ്രാർത്ഥിക്കാനുള്ളൊരു അന്തരീക്ഷം ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നാട്ടിലും കഠിനമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്ഥിരമായിട്ടൊരു കമ്പനി ജോലി വിസയാക്കി ജോലിക്ക് കയറി. അവിടെ കമ്പനിയിൽ വിസയാക്കി ജോലി കയറിയെങ്കിലും വലിയ ശമ്പളത്തിനൊന്നും അല്ല, പക്ഷേ എങ്കിലും ഒരു സ്ഥിര വരുമാനം ആകുന്നതിന് വേണ്ടിയിട്ട് കമ്പനി വിസയാക്കി. ഞാൻ ഈ സപ്ലൈ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മരുഭൂമിയിൽ നടുക്കാണ്. അവിടെ ഇന്നത്തെ പോലെ മൊബൈലും വിളിച്ചു പറയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു മരുഭൂമിയിൽ ഒരു പമ്പിങ് സ്റ്റേഷൻ്റെ വർക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടിലെ സഹോദരി സൂയിസൈഡ് ചെയ്തു, ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനൊരു നാട്ടിലൊരു സംഭവമുണ്ട്, ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ അബുദാബിയിൽ എൻ്റെ സിറ്റിയിലുള്ള എൻ്റെ അളിയൻ്റെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞത്, ഈ ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഈ വലിയ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കാനുള്ളൊരു കരുത്തും ഒരു ആശ്വാസമൊക്കെ എനിക്ക് കിട്ടിയത്. ഞാൻ സെമിനാരിയിൽ നിന്ന സമയത്ത് ഉള്ള ആ ഒരു സെമിനാരിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയെങ്കിലും അവിടുത്തെ ഒരു ജീവിതം എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ദൈവത്തിൽ നിന്ന് ഒന്നും അകന്നിട്ടില്ലായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്ന് തന്നെ ജീവിക്കാനായിട്ടുള്ള ആ സെമിനാരി ജീവിതം എന്നെ പഠിപ്പിച്ചു. ഞാൻ ഗൾഫിൽ പോയപ്പോഴും എനിക്ക് അവിടെ പലവിധ സാഹചര്യങ്ങളുണ്ടായിരുന്നു. മദ്യപിക്കുവാനും അല്ലെങ്കിൽ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. വഴിതെറ്റിപ്പോകാനും ഒക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടുകെട്ടുകളിലും ആ മദ്യപാനത്തിനുള്ള കൂട്ടുകെട്ടിൽ നിന്നും എല്ലാം എന്നെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയത് സെമിനാരി ജീവിതമായിരുന്നു എനിക്ക് കരുത്തായിട്ടുണ്ടായിരുന്നത്. സെമിനാരിയുള്ള ആ ഒരു ജീവിതം എനിക്ക് ദൈവത്തെ ആ സമയത്ത്
ദൈവം വലിയൊരു കരുത്തായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം എപ്പോഴും എൻ്റെ മേലുണ്ടായിരുന്നതിൻ്റെ പുറത്താണ് എനിക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം അതിജീവിക്കുവാനും ആശ്വാസവുമായിട്ട് ഉണ്ടായിരുന്നത്. ശരിക്കും സെമിനാരി ജീവിതമായിരുന്നു എനിക്ക് കൗദാശിക ജീവിതമായിട്ട് മുമ്പോട്ട് പോകാനും കൂടുതൽ ദൈവത്തിൻ്റെ ഒരു കരുത്തും ആശ്വാസവുമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഗൾഫ് ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത 1-2 അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗൾഫിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ഞാൻ ലൈസൻസിന് പോയപ്പോൾ 3 ടെസ്റ്റാണുള്ളത്. ആദ്യത്തെ 2 ടെസ്റ്റ് പാസ്സായി. പക്കാ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത പോലീസുകാരനിരിപ്പുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് ഒരു വലിയ മിസ്റ്റേക്ക് വരുത്തി. ഹമ്പ് ഞാൻ സ്ലോ ചെയ്യാതെ ഓടിച്ച് കടത്തി. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി എനിക്ക് ലൈസൻസ് കിട്ടത്തില്ല, ഞാൻ ഫെയിലാണ് എന്ന് കരുതി വണ്ടി ഓടിച്ച് പോലീസുകാരൻ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അയാൾ പാസ്സെന്ന് പറഞ്ഞിട്ട് പേപ്പർ എഴുതി തന്നു. എനിക്ക് ആ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവം ആണ് എനിക്കത്, എൻ്റെ കഴിവ് കൊണ്ടല്ല ആ ലൈസൻസ് കിട്ടിയത്. എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ആ ലൈസൻസ് കിട്ടുമെന്നുള്ളത്. അതേ കണക്ക് തന്നെ ഹെവി ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും ഞാൻ 7 തവണ ടെസ്റ്റ് ഫെയിലായി. ഞാനിത് ഇനി പോകണ്ട എന്നും വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് ലൈസൻസ് എടുക്കണ്ട, ഹെവി ലൈസൻസ് എടുക്കണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചതാണ്. എന്നിട്ടും വീണ്ടും ഒരു അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യ പറഞ്ഞ് സഫാനിയ 3:17 ആ വാക്യം എഴുതിയിട്ട് പേഴ്സിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. അതെപ്പോഴും മനസ്സിലൊരിടാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിന് പോയി. അപ്പോഴും ഇതണക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അപ്പോഴും അത് പാസ്സായി. ഹെവി ലൈസൻസ് പാസ്സായി. 8ാമത്തെ തവണ പാസ്സായി. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആയിരുന്നു ഈ 2 സംഭവങ്ങൾ. ഞാൻ ലൈസൻസ് പാസ്സായി, എനിക്കിത് പാസ്സെന്നുള്ളത് കൈ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഭാര്യയെ വിളിച്ചു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അത്രയും എനിക്ക് കരച്ചിലാണ് വന്നത്. സത്യത്തിൽ എനിക്ക് സന്തോഷം അതിന് പകരം അത്രയും സന്തോഷമാണ് മനസ്സിൽ വന്നത്. അത് ദൈവം വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത് എനിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ വലിയ എഡ്യൂക്കേറ്റഡൊന്നുമല്ല. ഞാൻ സൈറ്റ് ജോലിയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും സൈറ്റിൽ ജോലിയാണ് ചെയ്യുന്നത്. ഒരുപാട് അപകടങ്ങൾ എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. വലിയ അപകടങ്ങൾ സംഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് ഒരുപാട് തവണ എന്നെ ദൈവം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഗൾഫിലോട്ട് പോയ ഈ സമയത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതവും എനിക്ക് ചെയ്തു തന്ന വലിയൊരു സഹായവും ദൈവത്തിൻ്റെ വലിയൊരു സഹായമാണ്. എനിക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ചിന്തകൾ ഓരോ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്തെല്ലാം കൂടുതൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട്ട് അടുക്കുവാനായിട്ടുള്ള അവസരമായിട്ടാണ് ഞാൻ ഇതെല്ലാം കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗൾഫിൽ 800 ദിർഹംസ് ശമ്പളത്തിലാണ് ഞാൻ ജോലി ആരംഭിച്ചത്, എൻ്റെ ഗൾഫ് ജീവിതം ആരംഭിക്കുന്നത്. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് 800 ദിർഹംസ് ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ ആ 20 ദിവസത്തെ ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 ദിർഹംസോളം എൻ്റെ ആദ്യമായിട്ട് ശമ്പളമായിട്ട് കൈ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ 26-27 വർഷം ഗൾഫ് ജീവിതമാകുന്നു. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഗൾഫ് ജീവിതം മതിയാക്കി വന്നതാണ്. വീണ്ടും കർത്താവ് നല്ലൊരു അവസരം ഗൾഫിൽ തന്നു, നല്ലൊരു ജോലി എനിക്ക് ഇപ്പം തന്നു. ആ കാലത്തെ ഒരുപാട് വിഷമങ്ങളിലും തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ജോലി ചെയ്തതിൽ നിന്ന് ഇപ്പം എനിക്ക് കർത്താവ് നല്ലൊരു വഴിയൊരുക്കി
നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അത് ദൈവത്തിൻ്റെ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ദൈവം തന്നൊരു വലിയൊരു ദാനമായിട്ട് കാണുന്നത്.